ഈ ലൈസ് ഇങ്ങനെ വാങ്ങാൻ കേട്ടോ. അത് അത്ര നല്ലല്ലോ കേട്ടോ. അത് ഇനി ഒറ്റ പ്രാവശ്യം കൂടി മതി. ഇനി ഒരു പ്രാവശ്യം വേണം എനിക്കിനി. ഹലോ, ഇങ്ങനെയല്ലേ? ഞാൻ അമ്മായിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാ, റോഡ് മേലേക്ക് ഇറങ്ങാ. ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണണം. ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവും. ഓക്കെ. കുറച്ച് വെയിറ്റ് ചെയ്തില്ലേ? ഇനി അത്യാവശ്യമായിട്ട് കാണാന്ന് പറഞ്ഞേ. പിന്നെ ഞാനൊരു കാര്യം ഭയങ്കര ടെൻഷനാണ്ട. എന്താ കാര്യം? നമ്മളെന്താ പറഞ്ഞ വിസല്ലേ, അത് നമ്മൾ ശരിയാവില്ല. അത് ഞാൻ ക്യാൻസൽ ആക്കി. നീ എന്ത് വർത്താനം സുമേഷ പറയുന്നത്? അതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ക്യാൻസൽ ചെയ്ത്. അല്ല, ഞാനിപ്പോ എന്താ ചെയ്യപ്പത്? ബസ്സെന്നാണെങ്കിൽ ഇറങ്ങുകയും ചെയ്ത് വേറെ ആളെ കയറ്റുകയും ചെയ്ത് വല്ലാത്തൊരു കോളാണുള്ളത് ഇപ്പൊ. ഇനി ടെൻഷൻ ആവില്ല, ഞാൻ പറയുന്ന കേക്ക്. ഞാൻ കഴിഞ്ഞ ദിവസേ എന്റെ കമ്പനിക്കാരനെ കണ്ടിരുന്നു. ഈ വിസന്റെ കാര്യം ഞാൻ സംസാരിച്ചു. സുമേഷേ, എന്താ ഇവിടെ? ഞാനൊരു വൈക്ക് പോയി വരാം. അപ്പൊ ചായ അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാ. ഒരു ചായ കറിയില്ല എനിക്ക്. പിന്നെ വേറെ എന്തൊക്കെ വിശേഷം? ഈ നാട്ടിൽ തന്നെ ഉണ്ടോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്നിപ്പോ കുറെ ആയാലും കണ്ടിട്ട് തീരെ കാണാനില്ലല്ലോ. ഈ പെണ്ണാ വരുന്നത്? ഞാന് നമ്മളെ സുഹൃത്തിന്റെ ഒരു വിസന്റെ കാര്യത്തിന് വേണ്ടി ടൗണിൽ പോയി. എങ്ങോട്ടാണ്? ആർക്കാണ്? അത് സൗദിക്കാണ്, ഡ്രൈവർ വിസ ആണ്. ഈ അറിയണ്ടോ നമ്മളെ സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ള ജമാലില്ലേ, ജമാലിന്റെ കെയർ ഓഫിലാ? അത് ചെറിയ പ്രശ്നം തന്നെ. അത് എന്റെ അഞ്ജനി ഈ ജമാൽ ഒരു വിസ കൊടുത്തിട്ട്, ഇതൊരു ഡ്രൈവർ വിസ കൊടുത്തിട്ട് അഞ്ചൻ പോയിട്ട് അവിടെ വീട്ടിൽ എന്തൊക്കെയോ വിഷയങ്ങളായിട്ട് മുൻപ് തിരിച്ച് നാട്ടിലെത്തി. അത് തന്നെ അല്ലെങ്കിൽ പറയുന്നത് നമ്മളെ ആ ജിദ്ദയിലെ സൂപ്പർ മാർക്കറ്റ്, അത് പറ്റെങ്കിൽ ആ വിസ ഒഴിവാക്കുന്ന. അതിങ്ങി ശരിക്കേ ആലോചിച്ചിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ. പിന്നെ തലവേദന ആയിരിക്കും. അതാ അല്ലേ, വെറുതെ അബദ്ധത്തിൽ ചാടിയിട്ടേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഓക്കെ, കാണാം. ഓൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയത്. അങ്ങനെ വിഷയമുണ്ടല്ലേ അതില്? ഞാനിപ്പോ എന്താ ചെയ്യാ? ബസ്സിലാണെങ്കിൽ വേറെ ആൾ കയറുകയും ചെയ്തില്ലേ. പണീന്റെ ഈ വിഷയമാക്കണ്ട, നമ്മൾ സെറ്റ് ആക്കാം. എന്നാലേ ബസ് വരുന്നുണ്ട്, ഞാൻ നിലയിൽ പോട്ടെ. അല്ലേ, ഞാൻ അങ്ങോട്ട് ഇറക്കി തരാം. വേണ്ട വേണ്ട, ശരി. ആരിത്? സുമേഷോ? കൊറേ ആയാലും എന്നെ ബൈക്ക് കണ്ടിട്ട്. ഓരോരോ തിരക്കിലായി പോയി. നീ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാ?
ആ കുറച്ച് വൈകി. സാരല്ല, വാ നീ കയറി, നമ്മൾ സംസാരിച്ചിട്ട് പോവാം. ഞാന് ഇതിലെ പോയപ്പോ കേറിയതാ. അത് ശരി. അത്യാവശ്യം കണ്ടിട്ട് എങ്ങനെ അപ്പൊ ബിസിനസ് ഒക്കെ ബിസിനസ് ഒക്കെ അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട്. എന്നാ കോയമ്പത്തൂർ പോണേ? കോയമ്പത്തൂർക്ക് ഇപ്പോ പോകേണ്ടതുണ്ട്. അതിന്റെ ഇടയ്ക്ക് കൂടെ 1-2 ചുറ്റുപാടുകൾ തീർക്കേണ്ടതുണ്ട്. നമുക്കൊരു വിശ്വസ്തനായ ഒരാളെ വേണം, പാടയും ഇവിടെയും കൂടി ആയിട്ടേ. കോയമ്പത്തൂരേക്ക് രണ്ടും കൂടി നോക്കിയെടുത്താനുള്ളൊരു കുഴപ്പമുണ്ട്. അപ്പോ പറ്റിയൊരു നല്ലൊരാളെ കിട്ടണം നമുക്ക്. ഞാൻ അതൊക്കെ സംസാരിക്കേണ്ടിട്ട് അങ്ങോട്ട് വന്നത്. അത് ശരി. എന്റെ അടുത്ത് ആരും ഉണ്ടോ? നല്ലൊരാളുണ്ടായിരുന്നു. നീ പറഞ്ഞ ആളെങ്ങനെയാണ്? നമ്മളെ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ആളാണോ? ആളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആളാ. ചെറിയൊരു പ്രാരാബ്ധക്കാരനാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തിരുന്നു ഗൾഫിലേക്ക്. അതൊരു ഇഷ്യൂ ആയിട്ട് ക്യാൻസൽ ആക്കി. ബസ്സിലായിരുന്നു. അതിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പൊ ഒരു പണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കണ്ടൊന്ന് സംസാരിച്ചിട്ടേ മട്ടപ്പോൾ ചെയ്യാൻ വിചാരിച്ചു. ഓ അതായിക്കോട്ടെ. അത് നമുക്ക് എന്താന്ന് വെച്ചാ വേണ്ട പോലെ നോക്കിയിട്ട് ചെയ്യാം. ഇന്നിപ്പോ ഒരു മീറ്റിംഗ് ഉണ്ട്. വേനയിന് ഇറങ്ങി കഴിഞ്ഞു, അപ്പാണെങ്കിൽ വന്നത്. പിന്നെ കാണാം. കാണാം, വിശദമായിട്ട് സംസാരിക്കാം. എന്നായിക്കോട്ടെ, ഞാൻ വിളിക്കാം. പോയിക്കോട്ടെ, നല്ല വിളിക്കട്ടോ. ഓ അസ്സലാമലൈക്കും. വാലൈക്കും സലാം. എന്താടാ ഇനി പോയ കാര്യമൊക്കെ? ഒന്നും ശരിയായില്ലേ? അല്ല, അതെന്ത് പറ്റി? വിസക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടായിട്ട് സുമേഷ് അത് ഒഴിവാക്കി. ഇനിയിപ്പം വേറെ എന്തെങ്കിലും നോക്കണം. സുമേഷേ, മോനോടെ അടുത്ത ആഴ്ച തന്നെ കയറിക്കോളാൻ പറയും. ഞാൻ ഇന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ എത്തിയിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ, ഓക്കെ, എന്നാ ശരി. അല്ല, നിങ്ങളെ ഗൾഫ് പോക്കൊക്കെ എന്തായി? ആ പേപ്പർ ചെറിയൊരു ചുരണ്ടടാ. ഞാൻ പിന്നെ വേറൊരു പരിപാടി നോക്കി. പിന്നെ നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിപ്പോൾ എനിക്കൊരു ക്ഷീണമാണ്. എന്തായി? ലോണും കാര്യമൊക്കെ ഉണ്ടല്ലോ. പൈസ നിങ്ങൾ ലക്ഷം തീരുമാനം ചെയ്തു തരാൻ എനിക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ട്. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. നമ്മൾ കുറേ വർഷമായല്ലോ ഇപ്പുറം പോകുന്ന ഒരു വിഷമം പോലെ. അത് സാറല്ല മൂസേ, ഒക്കെ ശരിയാവും. ഞാൻ ഓരോ സാഹചര്യം കൊണ്ട് പോയതല്ലേ. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ഏതായാലും നിങ്ങൾ പോയി വരി. എടാ അങ്ങോട്ടാടാ, അവനെ അങ്ങോട്ടാ. പിന്നെ കോയമ്പത്തൂർ പോവും. ഇനി പിന്നെ അപ്പാപ്പക്ക് തീരെ സുഖമല്ല. അപ്പാപ്പ പറയുന്നൊക്കെ കേട്ട് നിൽക്കണേ. ഉമ്മച്ചി പറയുന്നു ഒക്കെ കേൾക്കണം കേട്ടോ. അമ്മനോട് കച്ചറൊന്നും കളിക്കരുത് കേട്ടോ. നിങ്ങൾ വരുമ്പോ ഒരു സാധനം വാങ്ങോ? എന്താ ഉണ്ട് വണ്ടിയെ? എനിക്കൊരു വലിയ കാറ്. കാറാ വണ്ടിയെ? അത് കൊണ്ടുവരും, പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. അങ്ങനെയാണെ ഞാനും സ്വൈപ്പാക്കൂല കേട്ടോ. ഷിയാബേ, നീ ബസ്സിന്നൊക്കെ ഇറങ്ങിയില്ലേ? ഗൾഫ് പോകാനൊക്കെ പറയുന്നിട്ട്. ഗൾഫ് പോകാൻ വിചാരിച്ച് അത് നടന്നില്ല. തൽക്കാലം കോയമ്പത്തൂർ ഒരു പണി സെറ്റായി, അവിടേക്ക് പോവാ. പിന്നെ നമ്മളമ്മ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അന്ന് മനസ്സിൽ വെക്കണ്ട കേട്ടോ. നീ പൊരുത്തപ്പെട്ടാള്. അത് നമ്മൾ വണ്ടിക്ക് വരാമലൊക്കെ ഉണ്ടാവുന്നല്ല. അത് അന്ന് പറഞ്ഞപ്പോ തീരും, മനസ്സിൽ വെക്കൊന്നുമില്ല. ആ വിഷയല്ലേ. നീ കോയമ്പത്തൂർക്കാണല്ലേ പറഞ്ഞേ? എന്റെ അനിയൻ ഉണ്ടാവാ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ. എനിക്ക് എന്താവശ്യം ഉണ്ടല്ലോ ഓനെ വിളിച്ചാൽ മതി. ഞാൻ നമ്പർ വാട്സപ്പ് ചെയ്ത് തരാം. എന്നാ ഈ നമ്പർ വാട്സപ്പ് ചെയ്യാണ്ടി. എന്നാ കാണട്ടോ. നല്ല നോക്കാം. അല്ലേ, ഞാൻ അടുത്ത സംഘം പോകട്ടോ. എടക്കാ പോന്ന്? ഞാനീ കോയമ്പത്തൂർക്കാ. ഗൾഫൊക്കെ ഒഴിവാക്കിയോ? ഗൾഫ് ഒഴിവാക്കി തൽക്കാലം. ഇപ്പൊ അടുത്ത വണ്ടിയിലൊന്നും ഉണ്ടാവില്ലല്ലേ? ഇൻഷാ അല്ലാ നമുക്ക് കാണാം. പിന്നെ പോയി വരീന്നാ. എന്നാ ശരിയാ. ആയിക്കോട്ടെ.
എന്തായി ഓടിയിട്ട് ഇന്നലത്തെ കാട്ടി മോശമാണല്ലോ. ആ ബ്ലോക്കും കാര്യമെല്ലാം കൂടി ആയിട്ട് എന്തേതും ബ്ലോക്ക് അല്ലേ? എന്താക്കാനാണ്. എന്താ ചെയ്യണല്ലേ? കഴിഞ്ഞ റിപ്പൊക്കെ നല്ല ബ്ലോക്കാ. മരണക്കളി കളിച്ചാ അല്ലാണ്ട് എന്താ ഇനിയിപ്പോ അങ്ങോട്ട് കുട്ടികളല്ലേ വൈകുന്നേരം ഈ 4 മക്കളെ കൊണ്ട് പോകണം. മഴ ചെയ്യാണ്ടെന്നാ മതി എന്തെങ്കിലും ആക്കാൻ. ആ ഉസേ, എന്തൊക്കെ സ്ഥിതി? എന്ത് സ്ഥിതി പറ്റ ക്ഷീണാപ്പോ. അതങ്ങനെ തന്നെ ആണെന്ന്. ഞാൻ മാസം ലാസ്റ്റ് അങ്ങ് പോവും. അതിൽ നമ്മളെ നിസാറിനാക്കി. നിസാർ വരും അടുത്ത ദിവസം. നിസാറിനാക്കി അതിനെന്താ കുഴപ്പം? കൊഴപ്പണ്ടായിട്ടൊന്നല്ല, എന്തായാലും നിങ്ങളിപ്പോ രാവിലാലോ. അത് നിങ്ങൾ വിചാരിച്ച 2 ദിവസം കൊണ്ട് റെഡിയാ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നാല് ഞാൻ പോയി വരാം. അടക്കടോ. എന്റെ വൈച്ചെലവിനൊക്കെ എന്തോ ഉണ്ടോ? ആ അതൊക്കെ ചേർത്തുണ്ടോ വാപ്പേ? അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. കേട്ടോ. അല്ലേ ഷിയാബിനെ അറിയിച്ചിരുന്നു? ഇല്ല, ഓനോടിപ്പോ എന്താ പറയാന്ന് ഒരു പിടുത്തല്ല. ശരിയാ, ബാപ്പാണത് ജീവനായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ മൂപ്പരെ കണ്ടിട്ടുണ്ടേ. മൂപ്പരിനോട് സംസാരിച്ചാന്ന് പോയത്. എന്താ കറക്റ്റ് സംഭവിച്ചത്? നിങ്ങള് കൊയിലാണ്ടിന്ന് വരിക, പോകുന്നവരെ മൂപ്പര് കീറിയത്. മകൾക്ക് എത്തുമ്പോഴേക്ക് മൂപ്പർക്കൊരു അസ്വസ്ഥത വന്നു. അങ്ങനെ ഞങ്ങള് വന്നപ്പോ തന്നെ ബസ് നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ട്. അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം കഴിഞ്ഞിട്ട്. ഏതായാലും ഷിയാബിനോടേ അപ്പൊക്ക് സുഖമില്ലാന്നിട്ടാൻ പറഞ്ഞ് വിളിക്കല്ലേ. അതാ നല്ലത്. ആ ഹലോ ഷിയാബേ. ആ ഞാൻ സുമേഷാ. സുമേഷ്, അല്ല മൂസിയെ കുറെ വണ്ടി കണ്ടിട്ട് കറങ്ങി നടക്കുക പരിപാടിയോ? അല്ല വണ്ടി കയറാത്തങ്ങി? വീടിന്റെ ഒരു ലോൺ ഉണ്ടായിരുന്നു, അതിന്റെ നോട്ടീസ് വന്നിട്ട് പോകും. എന്താ ചെയ്യേണ്ടതെന്ന് നിൽക്കുക. ഞാൻ അപ്പൊ തോന്നണ്ട അടിക്കാൻ? ഒരു 10-50 ഉറുപ്പ്യ അടിക്കാനുണ്ട്. തൽക്കാലത്തേക്ക് ഒരു 30 ഉറുപ്പ്യ കിട്ടിയാല് പിടിച്ചിക്കാനും. അപ്പൊ ഒരു 30 ഉറുപ്പ്യൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പിടിച്ചിക്കാനില്ലേ? തൽക്കാലം എനിക്ക് എവിടെന്നെങ്കിലും തിരിയാൻ പറ്റുമോ? ഇപ്പൊ തിരിയാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മ വേറെ ആരെങ്കിലും ചോദിച്ചോക്കാം. ഷിയാബേ, ഞാൻ അവിടെ തന്നെ ഇരിക്കാണ്ട് ഒന്ന് പുറത്തൊക്കെ വന്നിറങ്ങ. വാപ്പ പോയതോട് കൂടിയിട്ട് വല്ലാത്തൊരു ഒറ്റപ്പെടൽ, അതിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയില്ല.
നീ വിഷമിച്ചിങ്ങനെ ഇവിടെ ഇരിക്കണ്ട, ഇനി നാളെ തന്നെ അങ്ങാടിയൊക്കെ ഇറങ്ങാം. പിന്നെ മോസിനാ കണ്ടിരുന്നു, മുസ്ലിം കണ്ടീനോ? ബാങ്കിന്റെ ഒരു നോട്ടീസ് ആയിട്ട് ഞാൻ വന്നത് 50,000 രൂപ അടിക്കാണ്ടാണ് ഞാൻ. ഇപ്പൊ തൽക്കാലം 10-30 കൊണ്ടുവച്ച് അടിച്ചാലേ കാര്യം നടക്കേനു. അത് ഏതോ തിരിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് എന്റെ അടുത്ത് വന്നേനു. ഞാൻ അഞ്ചാവസ്ഥ തന്നെ എനിക്ക് അറിഞ്ഞൂടെ ഇപ്പൊ ഫസ്റ്റാണ്. മുസേ എന്നോട് ആരിഫ് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇനി നാളെ 10 നമുക്ക് ആ പേപ്പറും കാര്യങ്ങളും എടുത്തിട്ട് ബാങ്കിലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവും. അതൊന്നും പ്രശ്നല്ലേ, അതൊക്കെ ഞാൻ എന്താ ചെയ്തോളൂ. ഇനി കൂടുതൽ അതിനെ പറ്റി ഒന്നും പറയണ്ട. ഞാൻ രാവിലെ അവിടെ ഉണ്ടാവും, ബാങ്കിലുണ്ടാവും. ഇനി അങ്ങോട്ട് എത്തിക്കാം. എന്താ അടുത്ത പരിപാടി? ഞാൻ അടുത്ത ആഴ്ച പോകും, കോയമ്പത്തൂർ പോകാനുള്ള പരിപാടിയാ. അല്ല ഇനിയിപ്പോ പോയിട്ട് വീട്ടിൽ പാരുള്ളത് ഓളും മോനെ അല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? അതിന് ഇങ്ങനൊരു കാര്യം ചെയ്യ്, നീ മുജീബ്ഖാൻ പോയി ഒന്ന് കണ്ടു നോക്കി. കണ്ട് ബസ് കയറാനോ? ആ ബസ് കയറിക്കോ. ബസ് ലൈന് വേറെ ആളുണ്ടല്ലേ? മൂപ്പര് എന്തെങ്കിലും വഴി കാണാണ്ടിരിക്കൂല, നീ പോയിട്ട് സംസാരിച്ചു നോക്ക്. എന്നാ പിന്നെ മൂപ്പരെ ഒന്ന് പോയിട്ട് കാണാം. എന്നാൽ അധികം താമസിക്കണ്ട, പറ്റിയെങ്കിൽ ഇന്ന് തന്നെ പോവാൻ നോക്ക്. ഓക്കെ ഓക്കെ. ഉപ്പ ഇനി തിരിച്ചു പോകുന്നുണ്ടോ? എന്താ മോനെ അങ്ങനെ ചോദിച്ചേ? ഉപ്പ ഇനി പോണ്ട, ഞാനും ഉമ്മയും മാത്രല്ലേ ഉള്ളൂ. ഇല്ലടാ, ഇപ്പൊ ഇനി പോലെ കേട്ടോ. ഇനി പോലെ. കുറ്റൂഷൊക്കെ കഴിഞ്ഞോ? നമ്മളൊന്നും വിളിച്ചില്ലല്ലോ. അതിന് വലിയ പരിപാടിയൊന്നും കഴിച്ചില്ലേ? ഞാൻ ഇങ്ങോട്ട് കയറി താമസാക്കി. എന്നെ വിളിച്ചു നോക്കിനോ, കിട്ടിയില്ല. ഗൾഫ് പോക്ക് നിർത്തിയെന്ന് പറഞ്ഞ് പിന്നെ കണ്ടില്ല. ഏടായിനോ? ഗൾഫ് പോക്ക് റെഡി ആയില്ലല്ലോ. അതിനുശേഷം കോയമ്പത്തൂർ ചെറിയൊരു പരിപാടിയായിട്ട് അവിടെ കൂടി. പാപ്പ മരിച്ച നിങ്ങൾ അറിഞ്ഞില്ലേ? ആ ബാപ്പ മരിച്ചത് ഞാൻ അറിഞ്ഞിട്ട്, പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല, ഞാൻ നാട്ടിലില്ലായിരുന്നു. അതിനുശേഷം കോയമ്പത്തൂർക്ക് പോയില്ല. ഓളും മോനും മാത്രല്ലേ ഉള്ളൂ. ഇനി ബസ്സിൽ തന്നെ കയറിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കാണ്. എന്നാ പിന്നെ പണി ഞമ്മളെ ബസ്സിൽ തന്നെ പോയിക്കോ. അത് ഇനി അന്ന് വെച്ച പണിക്കാണ് തന്നെയാണുള്ളത്. ഓനെ കണ്ട് നിങ്ങളെ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ഡ്യൂട്ടി എടുത്തോളി. ഞാൻ എന്നാൽ ഓനെ കണ്ടോ സംസാരിക്കട്ടെ, നിങ്ങളൊന്ന് വിളിച്ച് പറയുകയും ചെയ്യാണ്ടി. എന്നാ ഞാൻ തന്നെ വിളിച്ചു പറയാ. ഓക്കെ ഓക്കെ. എന്നാല് ഞാൻ ഇറങ്ങട്ടെ മുജിക്ക. പോലെ പോലെ ചായ എടുക്കുന്നു. ചായ വേണ്ട, എനിക്ക് പോകണ്ടേ, ഒരു ചായ അത്യാവശ്യം ഉണ്ട്. എന്നാ ശരി, ഞാൻ വിളിച്ചാൽ മതി.